തലസ്ഥാനത്തെ ആമേഴഞ്ചാൻ തോട്ടിൽ റെയിൽവേ മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത ജോയിയുടെ ജീവനെ സർക്കാർ മറന്നില്ല. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിശക്തമായ ഇടപെടലിന് സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന പരിപൂർണ പദ്ധതികൾക്കും കേരളത്തിലെ മുഴുവൻ കക്ഷികളുടെയും പരിപൂർണ പിന്തുണ ലഭിച്ചു. ഇതിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. 2024 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെ നീളുന്നതാണ് പുതിയ കർമ്മ പദ്ധതി. ഇതിനെ സംബന്ധിച്ചുള്ള പരിപാടികൾ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിക്കുകയും ഇതിന് സർവകക്ഷി യോഗം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിനെന്ന് വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിയിലൂടെ കേരളത്തെ മാലിന്യമുക്തം നവകേരളം എന്ന ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ക്യാമ്പയിന്റെ മുന്നോടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന, ജില്ലാ, പ്രാദേശിക തലങ്ങളിൽ സൃഷ്ടിച്ച മാതൃകകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ക്യാമ്പയിൻ ആരംഭിക്കുക. ഉദ്ഘാടനം ചെയ്യേണ്ട മാതൃകാ സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് സെപ്റ്റംബർ 20 പ്രസിദ്ധപ്പെടുത്തും. ഉദ്ഘാടനത്തിന് ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുകയും ചെയ്യണമെന്നാണ് നിർദ്ദേശം. 2025 മാർച്ച് 30 സമ്പൂർണ്ണ ശുചീകരണ കേരളമായി പ്രഖ്യാപിക്കുക എന്നതാണ് ഈ ഒരു കർമ്മ പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിനു മുന്നോടിയായി അയൽക്കൂട്ടങ്ങൾ, ഗ്രാമങ്ങൾ, നഗരങ്ങൾ, സർക്കാർ പൊതുമേഖലാ ഓഫീസുകൾ, വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവ ഹരിതമായി മാറ്റാനുള്ള ശക്തമായ ഇടപെടലുമുണ്ടാകും. മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കൽ, കൃത്യമായ തരംതിരിക്കൽ, ജൈവ മാലിന്യങ്ങളും ദ്രവ്യ മാലിന്യങ്ങളും ഉറവിടത്തിൽ സംസ്കരിക്കൽ, അജൈവ പാഴ്വസ്തുക്കൾ ഹരിതകർമ്മസേനകൾ വഴി കൈമാറൽ മുതലായ പ്രവർത്തനങ്ങൾ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കക്കൂസ് മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ പ്ലാന്റുകളും സ്ഥാപിക്കണം. ഈ രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനു വേണ്ടി വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളാണ് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. ജോയിയുടെ വിയോഗത്തെ തുടർന്ന് മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിരുന്നു. റെയിൽവേ വരുത്തിയ ഗുരുതരമായ വീഴ്ചയെ മറയ്ക്കാൻ വേണ്ടി നഗരസഭയുടെ തലയിലേക്ക് മാലിന്യ പ്രശ്നം കൊണ്ട് കെട്ടിവെക്കാൻ ശ്രമിച്ചവർ ഇനി പല കാര്യങ്ങളിലും മൂക്കിട്ട് ഇക്ഷ വരയ്ക്കേണ്ടി വരും. മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരം പ്രതികരണമുണ്ടായാലും അതിനൊന്നും മുഖവിലക്കെടുക്കേണ്ട. നവകേരളം മാലിന്യമുക്തമാക്കാനുള്ള ശക്തമായ ഇടപെടലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടത്. ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിക്കുന്ന ശുചീകരണ പ്രവർത്തനം മാർച്ച് 25 എത്തുമ്പോൾ കേരളത്തിൽ സീറോ വേസ്റ്റ് എന്ന നിലയ്ക്ക് സമ്പൂർണ്ണമായി പരിസര ശുചീകരണം ലക്ഷ്യമിടുന്നതാണ് പദ്ധതിയെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ച കർമ്മ പദ്ധതിക്ക് വഴിയിൽ വെച്ച് പാരവയ്ക്കാമെന്ന ഉള്ളിലെ ചിന്തയോടെയെങ്കിലും സർവകക്ഷി യോഗത്തിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ ഐകകണ്ഠമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചു. എന്തായാലും വരും ദിവസങ്ങളിൽ മുഖം നോക്കാതെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇതിന് ആരൊക്കെയാണ് ഈ കൊടിയും പിടിച്ചിറങ്ങുന്നതെന്ന് വളരെ കൃത്യമായി നിങ്ങൾ നോക്കിക്കൊള്ളണം. കാര്യം നഗരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ നഗരത്തിലെ പല ആഢ്യത്വമുള്ളവരുടെ എല്ലാം ഈ മാലിന്യങ്ങൾ എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നതെന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. അതിനെതിരെ നടപടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി മറ്റ് പല പേരുകളും പറഞ്ഞുകൊണ്ട് സമരം, പ്രതിഷേധം, നാടകങ്ങളുമായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചിലർ ഇറങ്ങുമെന്നേ. നമുക്കെന്തായാലും മുഖ്യമന്ത്രി എടുത്ത തീരുമാനമാണ്. അദ്ദേഹത്തിൻ്റെ രീതികൾ അനുസരിച്ചാണെങ്കിൽ ഒരു എടുത്തതാണ്, നടപ്പാക്കുന്നതേ പറയാറുള്ളൂ. അതുകൊണ്ട് ഈ കാര്യത്തിലും ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല കപട മുഖങ്ങളെയും തുറന്നു കാട്ടാനുള്ള ഒരു അവസരമാണ് കടന്നു വരുന്നത്.